أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബദരി സഹാബാക്കളുടെ വിവരണ പരമ്പര ഞാൻ ആരംഭിച്ചിരുന്നു. അത് തന്നെയാണ് ഞാൻ ഇന്നും വിവരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി അൻസാറുല്ലായുടെ ഇജ്തിമാഇ മുൻനിർത്തി ഇതും കൂടി പറയാം. ആ സഹാബാക്കളിൽ അൻസാറുകളും മുഹാജിരീങ്ങളും ഉണ്ടായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സ്വയം തൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധ മാറ്റം സൃഷ്ടിച്ചു. അത്ഭുതപരമായ മാതൃകകൾ കാണിച്ചു. അത് ത്യാഗങ്ങളിൽ മാത്രം പരിമിതമായിരുന്നില്ല, മറിച്ച് ഭയഭക്തിയുടെ ഉന്നത നിലവാരവും അതുപോലെ ആത്മാർത്ഥതയും കൂറും നിറഞ്ഞതായിരുന്നു. ഇവിടെയുള്ള നിങ്ങൾ അധിക പേരും അൻസാറുല്ലായുടെ പ്രായപരിധിയിലെത്തിയവരാണ്. അവർ അൻസാറുകളുമാണ്, മുഹാജിരീങ്ങളുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. പെടുന്ന ഈ മാതൃകകൾ അതിനെ നാം എത്രമാത്രം അനുവർത്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ഒരു ആമുഖത്തിന് ശേഷം ഞാൻ വിഷയം ആരംഭിക്കുകയാണ്. ആദ്യമായി വിവരിക്കുന്നത് ഹസ്രത്ത് നുഅ്മാൻ ബിൻ അംറിനെ കുറിച്ചാണ്. സംഭവങ്ങൾ വിവരിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ചാണ്. ഹസ്രത്ത് നുഅ്മാന്റെ പേര് നുഅ്മാൻ എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അംർ ബിൻ റിഫ എന്നും മാതാവിന്റെ പേര് ഫാത്തിമ ബിൻത് അംർ എന്നുമായിരുന്നു. ഹസ്രത്ത് നുഅ്മാന്റെ സന്താനങ്ങളിൽ മുഹമ്മദ്, ആമിർ, സബ്ര, ലുബാബ, കബ്ഷ, മറിയം, ഉമ്മെ ഹബീബ്, അമത്തുള്ള, ഹക്കീമ എന്നിവരെ കുറിച്ച് പറയപ്പെടുന്നു. ഇബ്നു ഇസ്ഹാഖിന്റെ അഭിപ്രായ പ്രകാരം ഹസ്രത്ത് നുഅ്മാൻ രണ്ടാം ബൈഅത്ത് അഖബയിൽ 70 അൻസാറുകളോടൊപ്പം പങ്കെടുത്തു. ഹസ്രത്ത് നുഅ്മാൻ ബദർ, ഉഹദ്, ഖന്ദഖ് ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തിരുന്നു. ഒരു നിവേദനത്തിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നുഅ്മാനെ സംബന്ധിച്ച് നന്മയല്ലാതെ മറ്റൊന്നും തന്നെ പറയരുത്. കാരണം അദ്ദേഹത്തെ അള്ളാഹുവും അവന്റെ റസൂലും സ്നേഹിക്കുന്നു. ഹസ്രത്ത് നുഅ്മാന്റെ വഫാത്ത് ഹസ്രത്ത് അമീർ മുആവിയയുടെ ഭരണകാലത്ത് 60 ഹിജ്രിയിലാണ് സംഭവിക്കുന്നത്. ഹസ്രത്ത് ഉമ്മെ സലമ വിവരിക്കുന്നു, ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്തിന് 1 വർഷം മുമ്പ് ബുസ്ര, അത് സിറിയയിലെ വളരെ പുരാതനവും പ്രസിദ്ധവുമായ പട്ടണമാണ്. അതുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ പിതൃവിനോടൊപ്പം സിറിയയിലേക്ക് കച്ചവട സാധനങ്ങളുമായി പോയ അവസരത്തിൽ ഈ പട്ടണത്തിലാണ്
തങ്ങിയത്. അതുപോലെ കച്ചവടത്തിൽ ഖദീജയുടെ സാധനങ്ങളുമായി പോയപ്പോഴും ആ അവസരത്തിലും ഈ സ്ഥലത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം ഹസ്രത്ത് ഖദീജയുടെ അടിമ മൈസറയും ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഹസ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 1 വർഷം മുമ്പ് കച്ചവടത്തിനായി പുറപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം നുഅ്മാൻ സുവൈബത്ത് ബിൻ ഹർമലയും യാത്ര ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരും ബദർ യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. ഹസ്രത്ത് അബൂബക്കറിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നുഅ്മാൻ സാധന സാമഗ്രിയുടെ മേൽനോട്ടമായിരുന്നു. ആ യാത്രയിൽ തന്നെ ഉണ്ടായ സംഭവം അദ്ദേഹത്തിന്റെ കൂട്ടാളി ഹസ്രത്ത് നുഅ്മാനെ ഒരു സംഘത്തിന് തമാശ രൂപേണ വിൽക്കുകയുണ്ടായി. ഈ സംഭവം ഞാൻ ഹസ്രത്ത് സുവൈബത്തിന്റെ വിവരണത്തിൽ മുമ്പ് പറഞ്ഞിരുന്നതാണ്. എന്നിരുന്നാലും അല്പം ഇവിടെയും വിവരിക്കാം. സുവൈബത്ത് അദ്ദേഹത്തിന്റെ കൂട്ടാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ അല്പം നർമ്മം കലർന്നിരുന്നു. എന്നാൽ ചില നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് രണ്ടുപേരും ഹസ്രത്ത് നുമാനും ഹസ്രത്ത് സുവൈബത്തും പരസ്പരം തമാശ ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ പ്രകൃതത്തിൽ നർമ്മം അടങ്ങിയിരുന്നു. അദ്ദേഹം യാത്രാവേളയിൽ നുമാനോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം നൽകിയാൽ. അതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഏതുവരെ അബൂബക്കർ വരുന്നില്ലയോ അതുവരെ ആഹാരം നൽകുകയില്ല. സുവൈബത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നീ എനിക്ക് ആഹാരം നൽകുന്നില്ല എങ്കിൽ പിന്നെ നിനക്ക് കോപമുണ്ടാകുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നതാണ്. നിവേദകൻ പറയുന്നു, അവർ അങ്ങനെ ഒരു സമൂഹത്തിന്റെ സമീപത്തു കൂടി കടന്നുപോയി. അപ്പോൾ സുവൈബത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടിമയെ വാങ്ങുമോ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ ഈ സംഭവം നടന്നിരിക്കാം, അല്ലെങ്കിൽ യാത്രയിൽ മുന്നോട്ട് നീങ്ങുമ്പോഴായിരിക്കാം. എന്നിരുന്നാലും കുറച്ച് സമയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ സുവൈബത്ത് ആ സമൂഹത്തോട് പറഞ്ഞു, എൻ്റെ അടിമയെ നിങ്ങൾ വിലക്ക് വാങ്ങുമോ? ആ സമൂഹം പറഞ്ഞു, അതെ, വാങ്ങുന്നതാണ്. അതിൽ സുവൈബത്ത് അവരോട് പറഞ്ഞു, അവൻ നല്ലതുപോലെ സംസാരിക്കുന്നവനാണ്. ഇതായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ സ്വതന്ത്രനാണ്. നിങ്ങൾ അവൻ്റെ ഈ വാക്കുകൾ കേട്ട് അവനെ ഉപേക്ഷിക്കുന്നതായാൽ പിന്നെ അത് നിങ്ങൾ എൻ്റെ അടിമയെ മോശപ്പെടുത്തുകയാണ് ചെയ്യുക. ആ പറഞ്ഞു, ഒരിക്കലുമില്ല, മറിച്ച് ഞങ്ങൾ അവനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അവർ 10 ഒട്ടകങ്ങളെ വിലയായി നൽകി അദ്ദേഹത്തെ വാങ്ങി. എന്നിട്ട് അവർ നുഅ്മാന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ തലപ്പാവിന്റെ തുണി അല്ലെങ്കിൽ കയറിട്ടു. അങ്ങനെ അടിമയാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി നുഅ്മാൻ അവരോട് പറഞ്ഞു, ഈ വ്യക്തി നിങ്ങളെ കളിയാക്കിയാണ്, ഞാൻ അടിമയല്ല, സ്വതന്ത്രനാണ്. അതിന് മറുപടി നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, അദ്ദേഹം നിന്നെ സംബന്ധിച്ച് ഇക്കാര്യം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് കൂടെ കൊണ്ടുപോയി. ഹസ്രത്ത് അബൂബക്കർ വന്നു. ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അവരുടെ പിന്നാലെ പോയി ആ സമൂഹത്തെ തേടിപ്പോയി അവരുടെ ഒട്ടകങ്ങൾ തിരിച്ചു നൽകി നുഅ്മാനെ തിരികെ കൊണ്ടുവന്നു. നിവേദകൻ പറയുന്നു, അങ്ങനെ തിരിച്ച് അവർ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അരികിൽ വന്നപ്പോൾ അങ്ങയോട് ഈ കാര്യം പറഞ്ഞു. നിവേദകൻ പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സഹാബത്തും അത് ആസ്വദിച്ചു, ഒരുപാട് ചിരിച്ചു. 1 വർഷം വരെ ഒരു തമാശയായി അത് നിലനിന്നു. ചില ഗ്രന്ഥങ്ങളിൽ വ്യത്യാസത്തോടെയും ഈ സംഭവം വരുന്നു. വിൽപ്പന നടത്തിയ വ്യക്തി സുവൈബത്ത് ആയിരുന്നില്ല, മറിച്ച് ഹസ്രത്ത് നുഅ്മാനായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ പേരിലും ഈ നിവേദനം വരുന്നുണ്ട്. നിവേദനത്തിൽ ഹസ്രത്ത് നുഅ്മാനെ കുറിച്ച് ഇപ്രകാരം വരുന്നു, അദ്ദേഹത്തിന്റെ പ്രകൃതിയിലും നർമ്മമടങ്ങിയിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേട്ട് ആസ്വദിച്ചിരുന്നു. റബീഅ ബിൻ ഉസ്മാൻ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമീപത്ത് ഒരു ഗ്രാമവാസി വന്നു. പള്ളിയിൽ പ്രവേശിക്കുകയും തന്റെ ഒട്ടകത്തെ മുറ്റത്തിരുത്തുകയും ചെയ്തു.
അതിൽ ചില സഹാബാക്കൾ ഹദരത്ത് നുമാനോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ അറുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ ഭക്ഷിക്കുന്നതാണ്, കാരണം ഞങ്ങൾക്ക് മാംസം കഴിക്കാൻ കൊതിയാകുന്നു. ഏതായാലും അതൊരു ഗ്രാമവാസിയുടെ ഒട്ടകമായിരുന്നു. അതുകൊണ്ട് പരാതി വന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ നഷ്ടപരിഹാരം നൽകുകയുണ്ടായി. നിവേദകൻ പറയുന്നു, ഹദരത്ത് നുമാൻ അവരുടെ വാക്കുകൾ കേട്ട് ഒട്ടകത്തെ അറുത്തു. ഗ്രാമവാസി പുറത്തു വന്നപ്പോൾ തന്റെ യാത്രാവാഹനത്തിന്റെ അവസ്ഥ കണ്ട് ബഹളമുണ്ടാക്കി. അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഒട്ടകത്തെ അറുത്തിരിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നു പറഞ്ഞു, ആരാണ് ഇങ്ങനെ ചെയ്തത്? ആളുകൾ പറഞ്ഞു, നുമാൻ. അവിടുന്ന് അദ്ദേഹത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇങ്ങനെ ചെയ്തതിന് ശേഷം നുമാൻ അവിടെ നിന്ന് പോവുകയും എവിടെയോ ഒളിച്ചിരിക്കുകയും ചെയ്തു. ഏതായാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ ഹസ്രത്ത് സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു. എവിടെയാണ് അദ്ദേഹം ഒളിച്ചിരുന്നത്? അവിടെ ഒരു വ്യക്തി അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒച്ചത്തിൽ പറഞ്ഞു, അല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രവൃത്തി നീ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? നുമാൻ പറഞ്ഞു, അല്ലയോ റസൂലുള്ളാഹ്, ആരാണ് എന്നെ സംബന്ധിച്ച് ഈ വാർത്ത നൽകിയത്? ഞാൻ അതിനെ അറുത്തുവെന്ന് അവർ തന്നെയാണ് എന്നിൽ ഈ ആവേശമുണ്ടാക്കിയത്. അവർ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള നഷ്ടപരിഹാരം പിന്നീട് നൽകുന്നതാണ്, അതിൻ്റെ വില നൽകുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം കേട്ട് നുമാന്റെ മുഖം കൈകൊണ്ട് സ്പർശിച്ചു. എന്നിട്ട് ചിരിച്ചു. തൻ്റെ കൈകൊണ്ട് തൊട്ടു. എന്നിട്ട് ചിരിക്കുകയുണ്ടായി. അവിടുന്ന് ആ ഗ്രാമവാസിക്ക് ഒട്ടകത്തിന്റെ വില നൽകുകയും ചെയ്തു. സുബൈർ ബിൻ ബക്കാർ തന്റെ ഗ്രന്ഥമായ അൽ ഫുഖഹ വൽ മദാഹിബിൽ ഹസ്രത്ത് നുമാനെ സംബന്ധിച്ചുള്ള സംഭവം വിവരിച്ചുകൊണ്ട് എഴുതുന്നു, മദീനയിൽ വല്ല വിൽപ്പനക്കാരും വരുന്നതായാൽ ഹസ്രത്ത് നുമാൻ അയാളിൽ നിന്ന് വല്ലതുമൊക്കെ വാങ്ങുമായിരുന്നു. അതായത് പുറത്തുനിന്ന് വല്ല കച്ചവടക്കാരനും വരുന്നതായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി വാങ്ങുകയും അതുമായി അങ്ങയുടെ സമക്ഷം ഹാജരാകുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഇത് അങ്ങയ്ക്കുള്ള എൻ്റെ ഉപഹാരമാണ് എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ആ സാധനത്തിന്റെ ഉടമസ്ഥൻ ഹസ്രത്ത് നുമാന്റെ അടുത്ത് അതിന്റെ വില വാങ്ങാൻ വരുമ്പോൾ ഇദ്ദേഹം കറങ്ങി തിരിഞ്ഞു നടക്കുന്നതായിരിക്കും. അവരോട് പറയും, ഞാൻ താമസിക്കുന്ന ഇന്ന സ്ഥലത്താണ്. അങ്ങനെ പരിചയമുള്ളതിനാൽ പിന്നീടായിരിക്കും അതിന്റെ വില നൽകുക. അങ്ങനെ അതിന്റെ വില വാങ്ങുന്നതിനായി വരുമ്പോൾ അദ്ദേഹം അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരികയും എന്നിട്ട് പറയുകയും, അതിന്റെ വിലയും അങ്ങ് നൽകിയാലും, ഞാൻ ഏതൊരു സാധനമാണ് വാങ്ങി അങ്ങേക്ക് നൽകിയത് അതിന്റെ വിലയും അങ്ങ് നൽകിയാലും. അതിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയും, നീ ഇത് എനിക്കൊരു ഉപഹാരം എന്ന നിലയിലല്ലേ നൽകിയത്? അപ്പോൾ അദ്ദേഹം പറയും, അല്ലയോ. അപ്പോൾ അദ്ദേഹം പറയും, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവാണ് സത്യം, ആ സാധനത്തിന്റെ വിലയായി നൽകാൻ എൻ്റെ പക്കൽ യാതൊന്നുമില്ല. എന്നാൽ ഞങ്ങളുടെ ആഗ്രഹം അത് കഴിക്കുന്നതാണെങ്കിൽ അവിടുന്ന് അത് കഴിക്കണമെന്നും അത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് സ്വന്തമാക്കണമെന്നാണ്. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ദഹസിക്കുകയും അതിന്റെ വില അതിന്റെ ഉടമസ്ഥന് നൽകുവാൻ കൽപ്പന നൽകുകയും ചെയ്തു. ഇതൊരു പ്രത്യേക തരത്തിലുള്ള സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും നർമ്മത്തിന്റെയും സദസ്സുകളായിരുന്നു, അതല്ലാതെ അവരുടേത് വരണ്ട സദസ്സുകളായിരുന്നില്ല. ഇന്ന് വിവരിക്കുന്ന രണ്ടാമത്തെ സഹാബി ഹസ്രത്ത് ഹുബൈബ് ബിൻ ഇസാഫ് ആണ്. ഹസ്രത്ത് ഹുബൈബ് റളിയല്ലാഹുവിന്റെ ബന്ധം അൻസാറുകളുടെ ഗോത്രമായിരുന്ന ഹസ്രത്തിന്റെ ശാഖ ബനു ജഷമുമായാണ്. ഹസ്രത്ത് ഹുബൈബിന്റെ പേര് മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹബീബ് ബിൻ യുസാബ് എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഇസാഫ് എന്നും മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ യസാഫ് എന്നും വിവരിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പേര് എത്തുബ എന്നതിന് പുറമെ ഇനബ എന്നും പറയപ്പെടുന്നു. ഹസ്രത്ത് ഹുബൈബിന്റെ മാതാവിന്റെ പേര് സെമ ബിൻത് മസ്ഊദ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ ഒരു മകൻ അബു കസീർ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. ജമീല ബിൻ അബ്ദുല്ല ബിൻ അബി ബിൻ സലൂലിന്റെ വിവാഹത്തിലൂടെയാണ് ജനിച്ചത്. മറ്റൊരു മകന്റെ പേര് അബ്ദുർ റഹ്മാൻ, ഉമ്മ വലദിന്റെ വിവാഹത്തിലൂടെയാണ് ജനിച്ചത്. മറ്റൊരു മകൾ ഉനൈസ, ഇവർ സൈനബ് ബിൻ ഖൈസിന്റെ വിവാഹത്തിലൂടെ ജനിച്ചു. ഹസ്രത്ത് അബൂബക്കറിന്റെ വഫാത്തിന് ശേഷം
ഹസ്രത്ത് ഹുബൈബ് അദ്ദേഹത്തിന്റെ വിധവ, അതായത് ഹസ്രത്ത് അബൂബക്കറിന്റെ വിധവ ഹുബൈബ ബിൻത് ഖാരിജയെ വിവാഹം ചെയ്തു. സംശയം വിന ഹസ്രത്ത് ഹുബൈബ് മദീനയിലേക്കുള്ള ഹിജ്റത്ത് വേളയിൽ മുസ്ലിം ആയിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് മദീനയിലേക്കുള്ള ഹിജ്റത്ത് വേളയിൽ മുഹാജിരിങ്ങൾക്ക് ആതിഥ്യമരുളുവാൻ അവസരം ലഭിക്കുകയുണ്ടായി. മുസ്ലിം ആയിരുന്നില്ല, എന്നിരുന്നാലും അദ്ദേഹം അതിഥികളെ സൽക്കരിക്കുകയുണ്ടായി. ഹസ്രത്ത് തൽഹ ബിൻ അബ്ദുള്ള, ഹസ്രത്ത് സുഹൈബ് ബിൻ സിനാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു അഭിപ്രായ പ്രകാരം ഹസ്രത്ത് തൽഹ ഹസ്രത്ത് അസദ് ബിൻ ലറാറയുടെ വീട്ടിലാണ് താമസിച്ചത്. അതുപോലെ തന്നെ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹസ്രത്ത് ഹുബൈബിന്റെ അടുക്കൽ ഖുബൈലെ സുന എന്ന സ്ഥലത്ത് താമസിച്ചു. ഈ സുന ഒരു സ്ഥലത്തിന്റെ പേരാണ്. അത് മദീനയുടെ അതിർത്തിയിലെ ഉയർന്ന ഗ്രാമങ്ങൾ പെട്ടതാണ്. അവിടെയാണ് ബനി ഹാരിസ ബിൻ ഹദ്രജിന്റെ ആളുകൾ താമസിച്ചിരുന്നത്. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഖാരിജ ബിൻ സെയ്ദിന്റെ അടുക്കലാണ് താമസിച്ചത്. ബദർ യുദ്ധം കൂടാതെ ഉഹദ്, ഖന്ദഖ് പോലുള്ള മറ്റെല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം പങ്കെടുത്തു. ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനം ഹുബൈബ് മദീനയിൽ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് യുദ്ധത്തിനായി പുറപ്പെട്ടു. അങ്ങനെ വഴിയിൽ വെച്ച് അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി ഇസ്ലാം സ്വീകരിച്ചു. സഹീഹ് മുസ്ലിമിൽ ഹസ്രത്ത് ഹുബൈബ് ഇസ്ലാം സ്വീകരിച്ചതിനെ സംബന്ധിച്ച് പ്രകാരം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രിയപത്നി ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ആയിഷയുടെ നിവേദനമാണ്. അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഖുറത്തുൽ അബ്ര, മദീനയിൽ നിന്ന് 3 മൈൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തിന്റെ ധൈര്യവും ധീരതയും വിവരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബാക്കൾ അദ്ദേഹത്തെ കണ്ട് വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ അദ്ദേഹം അവരെ കണ്ടുമുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ചെന്ന് പറഞ്ഞു, ഞാൻ അങ്ങയോടൊപ്പം വരുവാനും അങ്ങയോടൊപ്പം യുദ്ധമുതലിന്റെ വിഹിതം നേടുവാനും വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതിലും വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് മുസ്ലിം അല്ല. അവിടുന്ന് പറഞ്ഞു, തിരിച്ചു പോകുക, കാരണം ഞാൻ ഒരു മുശ്രിക്കിന്റെയും സഹായം വാങ്ങുകയില്ല. അവർ പറയുന്നു, അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ അവിടുന്ന് ഷജറ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അത് ദുൽഖുലൈഫ മദീനയിൽ നിന്ന് 6-7 മൈൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഷജറ അതിന്റെ സമീപത്തുള്ള ഒരു സ്ഥലമാണ്. ആ വ്യക്തി വീണ്ടും അങ്ങയെ കണ്ടുമുട്ടി. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അദ്ദേഹത്തോട് അത് തന്നെ പറയുകയുണ്ടായി. ഏതാണ് മുമ്പ് പറഞ്ഞത്? പറഞ്ഞു, ഞാൻ മുശ്രിക്കിന്റെ നിന്ന് സഹായം തേടുകയില്ല. വീണ്ടും അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് അവിടുന്ന് ബൈല ദുൽ ഖലീഫ മദീനയിൽ നിന്ന് 6-7 മൈൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഷജറ അതിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ബൈലയും അവിടെ തന്നെയുള്ള സ്ഥലമാണ്. ഈ 2 സ്ഥലവും അടുത്തടുത്ത് തന്നെയാണ്. അങ്ങനെ വീണ്ടും അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അവിടുന്ന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, മുശ്രിക്കിൽ നിന്ന് ഞങ്ങൾ സഹായം തേടുകയില്ല. പിന്നെ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലും എൻ്റെ റസൂലും വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നുകൊള്ളുക, ഇനി നിനക്ക് എന്നോടൊപ്പം വരാവുന്നതാണ്. ഈ നിവേദനത്തിന്റെ വിശദീകരണത്തിൽ പറയപ്പെടുന്നു, ഈ നിവേദനത്തിൽ ഏതൊരു വ്യക്തിയെയാണ് ഇസ്ലാം സ്വീകരിച്ചതായി പറയപ്പെടുന്ന അദ്ദേഹം ഹസ്രത്ത് ഹുബൈബ് ആയിരുന്നു. ഹസ്രത്ത് ഹുബൈബ് ബിൻ ഇസാഫ് ഇസ്ലാം സ്വീകരിച്ചതിനെയും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ച് അല്ലാമ നൂറുദ്ദീൻ ഹൽബി തന്റെ ഗ്രന്ഥമായ സീറത്തുൽ ഹൽബിയായിൽ വിവരിക്കുന്നു. മദീനയിൽ ഹുബൈബ് ബിൻ യസാ എന്നു പേരുള്ള ഒരു വലിയ ശക്തനും ധീരമായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഹസ്രത്ത് ഹുബൈബ് ബിൻ അസാഫിന്റെ മറ്റൊരു പേരാണ് ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇദ്ദേഹം ഹസ്റജ് ഗോത്രക്കാരനായിരുന്നു.
ബദർ യുദ്ധം വരെ മുസ്ലിം ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹം തന്റെ സമൂഹമായ ഖദർജിനോടൊപ്പം യുദ്ധത്തിൽ വിജയം ലഭിച്ചാൽ യുദ്ധം മുതൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യുദ്ധത്തിനായി പുറപ്പെട്ടതായിരുന്നു. മുസ്ലിങ്ങൾ അവരോടൊപ്പം അദ്ദേഹം വന്നതിൽ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുക, ഞങ്ങളോടൊപ്പം വരുന്നവർ ഞങ്ങളുടെ ദീനിലുള്ളവരായിരിക്കും. മറ്റൊരു നിവേദനത്തിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുക, ഞങ്ങൾ മുശ്രിക്കിൽ നിന്ന് യാതൊരു സഹായവും വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഹബീബ് അല്ലെങ്കിൽ ഹുബൈബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 2 പ്രാവശ്യം തിരിച്ചയച്ചു. മൂന്നാമത്തെ തവണ അവിടുന്ന് പറഞ്ഞു, നീ അള്ളാഹുവിലും അവന്റെ റസൂലും വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം വളരെ ധീരതയോടും ഉന്നതമായ നിലയിൽ യുദ്ധത്തിൽ പോരാടുകയുണ്ടായി. മുസനദ് അഹമ്മദ് ബിൻ ഹംബലിൽ ഹസ്രത്ത് ഹുബൈബ് താൻ ഇസ്ലാം സ്വീകരിച്ച സംഭവത്തെ വിശദീകരണം നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു, ഞാനും എൻ്റെ സമൂഹത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു യുദ്ധത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് തീർച്ചയായും ലജ്ജ തോന്നുന്നു, ഞങ്ങളുടെ സമൂഹം യുദ്ധത്തിനായി പോകുന്നു, എന്നാൽ ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇസ്ലാം സ്വീകരിച്ചവരാണോ? ഞങ്ങൾ പറഞ്ഞു, ഇല്ല. അതിൽ അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരിൽ മുശ്രിക്കീങ്ങളുടെ സഹായം ആഗ്രഹിക്കുന്നില്ല. മുശ്രിക്കീങ്ങൾക്കെതിരാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുശ്രിക്കീങ്ങളോട് തന്നെ സഹായം ചോദിക്കുക? അദ്ദേഹം ഹസ്രത്ത് ഹുബൈബിൻ പറഞ്ഞു, അതിൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ യുദ്ധത്തിൽ പങ്കെടുത്തു. ഞാൻ ഈ യുദ്ധത്തിൽ ഒരു വ്യക്തിയെ വധിച്ചു, അയാളും എനിക്ക് മുറിവാക്കി. പിന്നീട് അതിനുശേഷം ആ വധിച്ചയാളുടെ മകളെ വിവാഹം ചെയ്തു. അവൾ പറയുമായിരുന്നു, നിങ്ങൾ ഈ മുറിവേൽപ്പിച്ച മനുഷ്യനെ അത്ര വേഗം മറക്കുകയില്ല. അതിൽ ഞാൻ പറഞ്ഞിരുന്നത്, നീയും ആ മനുഷ്യനെ മറക്കുകയില്ല. ഏതൊരു വ്യക്തിയാണ് നിന്റെ പിതാവിനെ വേഗത്തിൽ നരകത്തിലെത്തിച്ചത്? ബദർ യുദ്ധത്തിൽ ഹസ്രത്ത് ഹുവൈബ് ബിൻ അസാഫ് ഖുറൈശികളുടെ നേതാവായ ഉമയ്യ ബിൻ ഖൽഫിനെയാണ് വധിച്ചത്. ആ വധിക്കപ്പെട്ട ആളുടെ പേര് വെളിപ്പെടുത്താതെ മറച്ചു വെച്ച് പറഞ്ഞിരുന്നു. മുസന്നദ് അഹമ്മദ് ബിൻ ഹംബലിലാണ് ഈ സംഭവം വരുന്നത്. വിവാഹത്തിന്റെ സംഭവം ഇപ്രകാരമാണ്. ആ സംഭവം വിശദീകരണത്തോടുകൂടി അല്ലാമ നൂറുദ്ദീൻ അൽബി തന്റെ ഗ്രന്ഥമായ സീറത്തുൽ ഹൽബിയിൽ വിവരിക്കുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഔഫിൽ നിന്ന് നിവേദനം, ബദറിന്റെ മൈതാനത്ത് ഞാൻ ഉമയ്യ ബിൻ ഖൽഫിനെ കണ്ടു. അയാൾ ജാഹിലിയ കാലത്ത് എൻ്റെ സുഹൃത്തായിരുന്നു. ഉമയോടൊപ്പം അയാളുടെ മകൻ അലിയും ഉണ്ടായിരുന്നു. അയാൾ തന്റെ പിതാവിന്റെ കരങ്ങൾ പിടിച്ചിരുന്നു. ഈ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നിന്ന് ഹിജ്റത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ വിജയിക്കുകയുണ്ടായി. പിന്നീട് ഇവർ കുഫറിന്റെ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു. അവരെ സംബന്ധിച്ച് അള്ളാഹു ആയത്ത് ഇറക്കി, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു സാലിമി അൻഫുസിഹിം ഖാലു ഫീമാ കുൻതും ഖാലു കുന്ന മുസ്തദ്അഫീന ഫിൽ അർദ് ഖാലു കുന്ന മുസ്തദ്അഫീന ഫിൽ അർദ്. തീർച്ചയായും സ്വന്തം ആത്മാക്കളോട് അക്രമം ചെയ്തവരായിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവൻ പിടിച്ചിരിക്കുമോ ആ മലക്കുകൾ അവരോട് പറയും, നിങ്ങൾ ഏത് സ്ഥിതിയിലായിരുന്നു? അപ്പോൾ അവർ പറയും, ഞങ്ങൾ നാട്ടിൽ ബലഹീനരായിരുന്നു. എന്തു തന്നെയായാലും പറയുന്നു, അത്തരം ആളുകളിൽ ഹാരിസ ബിൻ റബിയ, അബു ഖൈസ് ബിൻ ഫാഖിഹ്, അബു ഖൈസ് ബിൻ വലീദ്, ആസ് ബിൻ ഉനബി, അലി ബിൻ ഉമയ്യ എന്നിവർ ഉൾപ്പെടുന്നു. അല്ലാമ നൂറുദ്ദീൻ ഖൽബി എഴുതുന്നു, സീറത്തുൽ ഹിഷാമിയിൽ എഴുതിയിരിക്കുന്നു, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. എന്നാൽ മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ അവരെ അവരുടെ ബന്ധുമിത്രാദികൾ മക്കയിൽ തന്നെ തടഞ്ഞു വെച്ചു. അവരെ പരീക്ഷണത്തിൽ അകപ്പെടുത്തി. തന്നിമിത്തം അവർ ഫിത്നയിൽ അകപ്പെട്ടു. ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു, ഇസ്ലാം ഉപേക്ഷിച്ചു.
പിന്നീട് ബദർ യുദ്ധ സമയത്ത് അവരുടെ സമൂഹത്തിനോടൊപ്പം തന്നെ പുറപ്പെടുകയും അവിടെ വെച്ച് അവരെല്ലാം വധിക്കപ്പെടുകയും ചെയ്തു. ഈ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹിജ്റത്ത് ചെയ്യുന്നതിന് മുമ്പ് വരെ മതത്തിൽ നിന്ന് വിട്ടുനിന്നില്ല. എന്നാൽ ആദ്യ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുഫറിലേക്ക് മടങ്ങിയിരുന്നു. എന്തുതന്നെയായാലും ഹദ്റത്ത് അബ്ദുറഹ്മാൻ വിവരിക്കുന്നു, ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നിന്ന് ഹിജ്റത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുഫറിലേക്ക് തിരിഞ്ഞിരുന്നു. ഹദ്റത്ത് അബ്ദുറഹ്മാൻ പറയുന്നു, എന്റെ പക്കൽ നിരവധി പടച്ചട്ടകൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഉയർത്തിപ്പിടിച്ചിരുന്നു. യുദ്ധസമയത്തെ സംഭവമാണ് പറയുന്നത്. ഉമയ്യ എന്നെ കണ്ടുകൊണ്ട് ജാഹിലിയ കാലത്ത് എന്നെ വിളിക്കാറുള്ള പേര് അബ്ദെ അമ്ര എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അതിന് ഉത്തരം നൽകില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അബ്ദുർ റഹ്മാൻ എന്ന് പേര് നൽകിയപ്പോൾ പറഞ്ഞു, നീ നിന്റെ പിതാക്കന്മാർ വെച്ച് ആ പേര് ഉപേക്ഷിക്കുന്നതാണോ ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഉമയ്യ പറഞ്ഞു, എനിക്ക് റഹ്മാനെ അറിയില്ല. അതിനാൽ പിന്നീട് ഉമയ്യ എൻ്റെ പേര് അബ്ദെ റഹ്മാൻ എന്ന് വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ഉത്തരം നൽകി. ഇവിടെ വ്യക്തമാകുന്നത് ഉമയ്യ അദ്ദേഹത്തിന്റെ പഴയ പേര് വിളിച്ചപ്പോൾ അദ്ദേഹത്തെ തന്നെയാണ് വിളിച്ചതെന്ന് മനസ്സിലായി. എന്നാലും മറുപടി നൽകില്ല. കാരണം വിളിക്കുന്ന വ്യക്തിയെ തന്നെ വിഗ്രഹത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഒരു പരിധിവരെയും ഇതും സംഭവിക്കാം. അതായത് അദ്ദേഹം ആരെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ല. കാരണം ആ പേര് ഉപേക്ഷിച്ചിട്ട് കാലം ഒരുപാട് പിന്നിട്ടിരുന്നു. പിന്നീട് ഉമയ്യ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പേര് വിളിച്ചപ്പോൾ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഉത്തരം നൽകിക്കൊണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ ഉമയ്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരുപക്ഷെ നിന്നിൽ എനിക്ക് വല്ല അവകാശമുണ്ടെങ്കിൽ ഞാൻ നിനക്കായി നിന്റെ പക്കലുള്ള ഈ പടച്ചട്ടകളെക്കാളും ഉത്തമമെങ്കിൽ പഴയ സുഹൃത്ത് ബന്ധമായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രക്ഷപ്പെടാൻ നോക്കുന്നത്. കാരണം ആ സമയം പരാജയം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഈ സാധനങ്ങളെക്കാൾ ഉത്തമനാണ് ഞാനെങ്കിൽ എനിക്ക് നിന്നിൽ അവകാശമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നീ സംവിധാനം ഒരുക്കുക. അങ്ങനെ ഞാൻ അയാളോട് പറഞ്ഞു, ശരി. പിന്നെ ആ പടച്ചട്ടകൾ താഴെ വെച്ചു. ഉമയ്യയുടെയും അയാളുടെ മകന്റെയും കരങ്ങൾ പിടിച്ചു. ഉമയ്യ പറയാൻ തുടങ്ങി, ഞാൻ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം പോലുള്ള മറ്റൊരു ദിവസം കണ്ടിട്ടില്ല, അതായത് ബദർ ദിവസത്തെ പോലെ. പിന്നീട് എന്നോട് അയാൾ ചോദിച്ചു, പടച്ചട്ടയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒട്ടകപക്ഷിയുടെ തൂവൽ അണിഞ്ഞ വ്യക്തി ആരാണ്? ഞാൻ പറഞ്ഞു, ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്. ഉമയ്യ പറഞ്ഞു, ഇതെല്ലാം ഉണ്ടാക്കിയത് അയാളാണ്. അദ്ദേഹം കാരണത്താലാണ് ഈ അവസ്ഥ ഞങ്ങൾക്കുണ്ടായത്. അത് അയാളുടെ വിചാരമാണ്. ഒരഭിപ്രായത്തിൽ ഈ കാര്യം ഉമയ്യയുടെ മകൻ പറഞ്ഞതായും പറയപ്പെടുന്നു. എന്തായാലും ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നു, അതിനുശേഷം അവർ രണ്ടുപേരെയും കൂട്ടി പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ബിലാൽ ഉമയ്യയെ എന്നോടൊപ്പം കണ്ടു. മക്കയിൽ വെച്ച് ഇസ്ലാം ഉപേക്ഷിക്കുന്നതിനായി വലിയ ശിക്ഷകൾ ബിലാലിന് നൽകിയിരുന്നു. ഹദ്റത്ത് ബിലാൽ ഉമയ്യയെ കണ്ട മാത്രയിൽ പറഞ്ഞു, അവിശ്വാസികളുടെ നേതാവ് ഉമയ്യ ബിൻ ഖൽഫ് ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഇയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ രക്ഷപ്പെടുകയില്ല. ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നു, ഇത് കേട്ട് ഞാൻ പറഞ്ഞു, എന്റെ യുദ്ധത്തടവുകാരെ കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്? ഹദ്റത്ത് ബിലാൽ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും ഇത് തന്നെ പറഞ്ഞു, അതായത് ഇയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുകയില്ല. ഞാൻ അതിന് മറുപടി നൽകിക്കൊണ്ടിരുന്നു. തുടർന്ന് ഹസ്രത്ത് ഉച്ചത്തിൽ ശബ്ദം ഉയർത്തി പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ അൻസാറുകളെ, ഇത് അവിശ്വാസികളുടെ നേതാവ് ഉമയ്യ ബിൻ ഖൽഫാണ്. വളരെ ഉച്ചത്തിൽ അവരെ വിളിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ അൻസാറുകളെ, ഇത് അവിശ്വാസികളുടെ നേതാവ് ഉമയ്യ ബിൻ ഖൽഫാണ്. ഇനി ഇയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ രക്ഷപ്പെടുകയില്ല. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞു. ഹദ്റത്ത് അബ്ദുറഹ്മാൻ പറയുന്നു, ഇത് കേട്ട അൻസാറുകൾ ഓടി വന്നു. അവർ 4 വശത്തു നിന്നും ഞങ്ങളെ വളഞ്ഞു. പിന്നെ ഹദ്റത്ത് ബിലാൽ വാൾ ഉയർത്തി ഉമയ്യയുടെ മകനെ ആക്രമിച്ചു. അതുമൂലം അയാൾ നിലത്ത് വീണു. ഉമയ്യ ഭയചകിതനായിക്കൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു. അത്തരം നിലവിളി ഒരിക്കലും മുമ്പ് ഞാൻ കേട്ടിരുന്നില്ല. അതിനുശേഷം അൻസാറുകൾ അവർ രണ്ടുപേരെയും വാളുകൊണ്ട് വെട്ടിത്തുണ്ടമാക്കി. സഹീഹ് ബുഖാരിയിൽ ഉമയ്യയെ വധിച്ച സംഭവം ഇപ്രകാരം വിവരിക്കുന്നു. ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നു, ഞാൻ ഉമയ്യ ബിൻ ഖൽഫിന് കത്തെഴുതി. മക്കയിൽ ആ സമയത്ത് ദാറുൽ ഹർബായിരുന്നു. എന്റെ സമ്പത്തും കുടുംബത്തെയും സംരക്ഷിക്കണമെന്നും
ഞാൻ മദീനയിൽ അയാളുടെ സമ്പത്തും സാധന സാമഗ്രികളും സംരക്ഷിക്കുമെന്ന് പറയുകയും ചെയ്തു. ഞാൻ അതിൻ്റെ പേര് അബ്ദുറഹ്മാൻ എഴുതിയിരുന്നു. എന്നാൽ ഉമയ്യ പറഞ്ഞു, എനിക്ക് അബ്ദുറഹ്മാനെ അറിയില്ല, അതുകൊണ്ട് നീ ജാഹ്ലിയ കാലത്തെ പേര് എഴുതുക. അതിൽ ഞാൻ എൻ്റെ പേര് അമ്ര എന്നെഴുതി. പിന്നീട് ബദർ യുദ്ധത്തിൽ അയാൾ ഉണ്ടായിരുന്നു. ഞാനൊരു പർവ്വത ഭാഗത്തേക്ക് നീങ്ങി ആളുകൾ ഉറങ്ങുകയെന്ന് അവരെ സുരക്ഷിതരാക്കി വെക്കുന്നതിന് വേണ്ടി, അതായത് സുരക്ഷയുടെ നീയത്ത് വെച്ച് അവിടേക്ക് പോയി. ശത്രുക്കൾ ആ ഭാഗത്ത് കൂടി ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടി ബിലാൽ ഉമയ്യയെ എവിടെയോ കണ്ടു. ആ സമയത്ത് അവിടെ ചെന്ന് അൻസാറുകളുടെ ഒരു മജ്‌ലിസിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അത് ഉമയ്യ ബിൻ ഖൽഫാണ്. ഒരുപക്ഷെ അയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അത് എനിക്ക് നല്ലതായിരിക്കില്ല. അതിൽ ബിലാലിനോടൊപ്പം കുറച്ച് ആളുകൾ ഞങ്ങളെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഞങ്ങളെ പിടികൂടുമെന്ന് ഞാൻ ഭയന്നു. അവിടെ അത് അബ്ദുറഹ്മാനും ഉമയ്യയും തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞുവെന്ന് തോന്നുന്നു. എന്തായാലും പറയുന്നു, എനിക്ക് സംശയമുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ യുദ്ധത്തടവുകാരാക്കാം. അങ്ങനെ ഞാൻ ഉമയ്യയുടെയും മകൻ്റെയും കരങ്ങൾ പിടിച്ചു. എന്നാൽ ബിലാലിനോടൊപ്പം മുസ്ലിങ്ങൾ ആക്രമിക്കാനായി വന്നപ്പോൾ പറയുന്നു, ഞാൻ ഉമയ്യയുടെ മകനെ പിന്നിൽ ഉപേക്ഷിച്ചു. അങ്ങനെ ആ സംഘം അയാളുമായി പോരാടുന്നതിനായി അവനുമായി പോരാട്ടത്തിൽ അവർ വ്യാപൃതരാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെ അവർ അയാളെ വധിച്ചു. ഉമയ്യയുടെ മകനെ ആ സംഘം വധിച്ചു കളഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുന്നു, ഉമയ്യയെ രക്ഷപ്പെടുത്തുവാനുള്ള എൻ്റെ പദ്ധതി അവർ വിജയിപ്പിച്ചില്ല. ഞങ്ങളെ അവർ പിന്തുടർന്നു. ഉമയ്യ ഒരു തടിച്ച മനുഷ്യനായിരുന്നു. അതിനാൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധിക്കുമായിരുന്നില്ല. അവസാനം അവർ ഞങ്ങളെ പിടികൂടി. ഞാൻ ഉമയ്യയോട് പറഞ്ഞു, ഇരിക്കുക. അയാൾ ഇരുന്നു. അയാളെ രക്ഷിക്കുന്നതിനായി ഞാൻ അയാളെ മറച്ചു നിന്നു. എന്നാൽ എൻ്റെ അടിഭാഗത്ത് കൂടി അവർ വാൾ വീശി അയാളെ അങ്ങനെ വധിച്ചു. അതിലൊരാൾ തൻ്റെ വാള് കൊണ്ട് എൻ്റെ കാലിന് മുറിവുണ്ടാക്കി. നിവേദകനായ ഇബ്രാഹിം പറയുന്നു, ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിഭാഗത്തുള്ള മുറിവിൻ്റെ അടയാളം കാണിച്ചു തന്നിരുന്നു. അത് ഈ സംഭവത്തിൽ ഉണ്ടായതാണ്. ഉമയ്യയെയും അയാളുടെ മകനെയും ആരാണ് വധിച്ചത് ഇതിനെ സംബന്ധിച്ച്, അതായത് ഉമയ്യയെ അൻസാറുകളുടെ ഗോത്രമായ ബനു മുഅസിൽപ്പെട്ട ഒരു വ്യക്തിയാണ് വധിച്ചു എന്നതാണ് പ്രസിദ്ധമായിട്ടുള്ളത്. എന്നാൽ ഇബ്നു ഹിഷാം പറയുന്ന ഉമയ്യയെ ഹസ്രത്ത് മആസ് ബിൻ റഫാ, ഖാരിജ ബിൻ സെയ്ദും ഖുബൈബ് ബിൻ അസാഫും ചേർന്നാണ് വധിച്ചത്. ഏത് സഹാബിയെക്കുറിച്ചാണ് ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, അതായത് ഹസ്രത്ത് ബിലാലാണ് അയാളെ വധിച്ചത്. യഥാർത്ഥത്തിൽ എല്ലാ സഹാബത്തും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഉമയ്യയുടെ മകൻ അലിയയെ ഹസ്രത്ത് ബിലാൽ ആക്രമിച്ച് നിലത്ത് വീഴ്ത്തി. പിന്നീട് അയാളെ അമ്മാർ ബിൻ യാസിർ വധിച്ചു കളഞ്ഞു. ചില സംഭവങ്ങളുടെ വിശദീകരണങ്ങളാണിവ. നേരിട്ട് ആ സഹാബിയുമായി ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചും പറയപ്പെടുന്നുണ്ട്. എന്നിട്ടും ഞാൻ വിവരിച്ചത് ചരിത്രത്തെക്കുറിച്ചും നമുക്ക് അറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഹുബൈബ് ബിൻ അബ്ദുറഹ്മാൻ വിവരിക്കുന്നു, എൻ്റെ പിതാമഹൻ ഹസ്രത്ത് ഹുബൈബിന് ബദർ യുദ്ധവേളയിൽ ഒരു മുറിവുണ്ടായി. അതുമൂലം അദ്ദേഹത്തിൻ്റെ വാരികല്ല് ഒടിഞ്ഞു പോയിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സ്ഥലത്ത് തൻ്റെ ഉമിനീര് കൊണ്ട് തടവി അതിൻ്റെ നിശ്ചിത സ്ഥാനത്ത് വെച്ച് അതിനെ ശരിയാക്കി. അതുമൂലം ഹസ്രത്ത് ഹുബൈബ് നടക്കാൻ തുടങ്ങി. മറ്റൊരു നിവേദനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു, ഹസ്രത്ത് ഹുബൈബ് വിരിക്കുന്നു, ഒരു യുദ്ധത്തിൽ എൻ്റെ തോളിൽ കഠിനമായ മുറിവേൽക്കുകയുണ്ടായി. അതെൻ്റെ പുറം വരെ എത്തിയിരുന്നു. അതുമൂലം എൻ്റെ കൈ തൂങ്ങി നിന്നു. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. അപ്പോൾ അവിടുന്ന് തൻ്റെ പരിശുദ്ധ ഉമിനീര് കൊണ്ട് അവിടെ തടവി. അങ്ങനെ കൈ അതിനോടൊപ്പം ചേരുകയും അതുമൂലം പൂർണ്ണ സുഖം പ്രാപിക്കുകയും എൻ്റെ മുറിവ് ഉണങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വഫാത്തിനെ കുറിച്ച് പറയപ്പെടുന്നു, ഹസ്രത്ത് ഹുബൈബ് ഹസ്രത്ത് ഉമറിൻ്റെ ഖിലാഫത്ത് കാലത്ത് വഫാത്തായി. മറ്റൊരു അഭിപ്രായ പ്രകാരം അദ്ദേഹം ഹസ്രത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലത്താണ് വഫാത്തായത്. അള്ളാഹു ഈ സഹാബാക്കളുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇനി ഞാൻ 3 മരണമടഞ്ഞവരെ കുറിച്ച് പറയുന്നതാണ്. അവരുടെ ജനാസ നമസ്കാരവും നമസ്കാരങ്ങൾക്ക് ശേഷം നിർവഹിക്കുന്നതാണ്. അതിലാദ്യത്തേത് ബഹുമാന്യ റഷീദ ബീഗം സാഹിബ, ബഹുമാന്യ സെയ്ദ് മുഹമ്മദ് സർവർ സാഹിബ് റവ്വയുടെ ഭാര്യയാണ്. ആഗസ്റ്റ് 24 തൻ്റെ 74-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ കുടുംബം ചാർക്കോട്ട് കശ്മീരിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് പാകിസ്ഥാനിൽ വന്നവരാണ്. അവരുടെ പിതാവ് ബഹുമാന്യ ദീൻ മുഹമ്മദ് സാഹിബ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. ഇവർക്ക് 5 വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ
അവരുടെ പിതാവ് വഫാത്തായി. അതിനുശേഷം അവരുടെ മാതാവ് ഒറ്റയ്ക്ക് വളരെ ധൈര്യത്തോടും പരിശ്രമത്തോടും കൂടി കുട്ടികളെ പരിപാലിച്ച് വളർത്തി. അവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പിതാമഹൻ ബഹുമാന്യ ഫത്തഹ് മുഹമ്മദ് സാഹിബ് മുഖേനയാണ് എത്തിയത്. ഖാദിയാനിൽ വന്ന് ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ സഹാബി ഹസ്രത്ത് ഖാസി മുഹമ്മദ് അക്ബർ സാഹിബിലൂടെ ബൈഅത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. ഖാസി സാഹിബ് 1894 സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ദർശിച്ച് തന്റെ പ്രദേശത്തും കുടുംബത്തിലുമുള്ള ആളുകളോട് പറഞ്ഞിരുന്നു, ഈ അടയാളത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇമാം മഹദി അലൈഹിസ്സലാം അവതരിച്ചുവെന്നാണ്. ഹസ്രത്ത് ഖാസി മുഹമ്മദ് അക്ബർ സാഹിബിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബന്ധമുണ്ടായിരുന്നു, കുടുംബം അതുപോലെ തന്നെ ബന്ധുത്വവും ഉണ്ടായിരുന്നു. ഈ കാരണത്താൽ അദ്ദേഹം മുഖേന അഹമ്മദത്തിന്റെ സന്ദേശം എത്തുകയും ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അവരുടെ ഒരു മകൻ മുഹമ്മദ് സക്കരിയ സാഹിബ് മുബല്ലിഗാണ്. ലൈബേറിയയിൽ പറയുന്നു, എൻ്റെ മാതാവ് ചന്ത നൽകുന്നതിൽ വളരെ കൃത്യത പാലിച്ചിരുന്നു, അത് നൽകിയിരുന്നു, അതിനെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരുന്നു, എപ്പോഴും ചോദിച്ചിരുന്നത് എൻ്റെ ചന്ത നൽകിയോ ഇല്ലയോ എന്ന്. അതുകൂടാതെ കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ നൽകിയിരുന്നു, വളരെ അധികം ശ്രദ്ധിച്ചിരുന്നു. കുട്ടികൾക്ക് അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിച്ചിരുന്നില്ല. കാരണം കുട്ടികൾ അലഞ്ഞു തിരിയുന്ന സ്വഭാവം ഉണ്ടാകാതിരിക്കുന്നതിനും അല്ലെങ്കിൽ പുറത്തുപോയി ദുഷിച്ച ശീലങ്ങൾ പഠിക്കാതിരിക്കുന്നതിനും വേണ്ടി. പറയുന്നു, ചെറുപ്പത്തിൽ ഞങ്ങളുടെ പിതാവ് എനിക്കും സഹോദരന്മാർക്കും ജമാഅത്തായി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ പോകുന്നതിന് നിർദ്ദേശം നൽകുമായിരുന്നു. പ്രധാനമായും സുബഹി നമസ്കാരത്തിന് പ്രത്യേകമായ രീതിയിൽ മാതാവ് ഉണർത്തുമായിരുന്നു. കുട്ടികൾ പള്ളിയിൽ പോകുന്നവരെ വലിയ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് അത് നിർവഹിച്ചിരുന്നത്. പള്ളിയിൽ ഞങ്ങൾ പോകുന്നത് വരെ അവർ സമാധാനത്തോടെ ഇരിക്കുമായിരുന്നില്ല. ഖിലാഫത്തിനോട് വളരെ സ്നേഹവും ആത്മാർത്ഥതയും ബന്ധമായിരുന്നു. കുത്തുബകൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. പോയിന്റ്സുകൾ തയ്യാറാക്കുകയും അത് കുട്ടികളുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അവരുടെ മൂത്ത മകൾ പറയുന്നു, അവസാന സമയത്ത് നമസ്കാരത്തിൽ പ്രത്യേകമായ ശ്രദ്ധയായിരുന്നു. നമസ്കാരം വളരെ സുദീർഘമായി നിർവഹിച്ചിരുന്നു. ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാണിച്ചിരുന്നില്ല. ഈ നമസ്കരിച്ചതിന് ശേഷം ഉടൻ തന്നെ അവരുടെ ആരോഗ്യാവസ്ഥ മോശമാകുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ ഹൃദയാഘാതം ഉണ്ടായി. അതുമൂലം അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവളായി മാറുകയും മരണപ്പെടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 1/8 ഭാഗം വസിയത്ത് ചെയ്തിരുന്നു. അവരുടെ 5 ആൺമക്കൾക്ക് വഖഫ് സിന്ദഗി എന്ന നിലയിൽ ദീനെ സേവിക്കാനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 2 മക്കൾ മുഹമ്മദ് മൊഹസൻ തബ്സും മുഹമ്മദ് മോമിൻ സാഹിബ് മുഅല്ലിം വഖഫ് ജദീദ് റബുവ എന്ന നിലയിൽ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 2 മക്കൾ ദാവൂദ് സഫർ സാഹിബ് സക്കരിയ സാഹിബ് മുറബി സിൽസിലയാണ്. ഒരു മകൻ ആസിഫ് സാഹിബ് വഖഫ് നവാണ്. ഖിലാഫത്ത് ലൈബ്രറിയിൽ കമ്പ്യൂട്ടർ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. മുഹമ്മദ് സക്കരിയ സാഹിബ് ഞാൻ പറഞ്ഞു ലൈബ്രറിയിലെ മുബല്ലിഗാണ്. ഈ സമയത്ത് പോകാൻ സാധിച്ചില്ല, ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം നല്ല ഉന്നത ക്ഷമ കാണിക്കുകയുണ്ടായി. അദ്ദേഹം ഡ്യൂട്ടി ഈ വിദേശ രാജ്യത്താണ്. അതിൽ യാതൊരു തടസ്സമുണ്ടാക്കില്ല, കൃത്യമായി അത് നിർവഹിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ളൊരു പ്രകടനമുണ്ടായില്ല, എനിക്ക് ജോലി ചെയ്യാനില്ല അല്ലെങ്കിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട്. അല്ലാഹു ഈ എല്ലാ കുട്ടികൾക്കും ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാകട്ടെ. പ്രധാനമായിരിക്കും ഈ മകന് ആരാണ് ലൈബ്രറിയിൽ മുബല്ലിഗായി പ്രവർത്തിക്കുന്നത്. വഫാത്തിന് സമയത്ത് മാതാവിനെ കാണാൻ സാധിച്ചില്ല. അല്ലാഹു ഈ എല്ലാ കുട്ടികൾക്കും മാതാവിൻ്റെ നന്മകളെ തുടർന്നു കൊണ്ടുപോകുന്ന തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവരുടെ മാതാവിൻ്റെ പദവി ഉയർത്തുമാറാകട്ടെ. 2ാമത്തെ ജനാസ ബഹുമാന മുഹമ്മദ് ഷംഷീർ ഖാൻ സാഹിബ്. അദ്ദേഹം സദർ ജമാഅത്ത് നാദി ഫിജി ആണ്. അദ്ദേഹവും സെപ്റ്റംബർ 5 വഫാത്ത് സംഭവിക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1952 അദ്ദേഹം ജനിച്ചു. 1962 തൻ്റെ പിതാവിനോടൊപ്പം ലാഹോരി ജമാഅത്തിൽ നിന്ന് ബൈഅത്ത് ചെയ്തുകൊണ്ട് ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ആദ്യം ഫിജിയിൽ ലാഹോരി ജമാഅത്തിൽ അംഗമായിരുന്നു. പിന്നീട് പിതാവിനോടൊപ്പം അദ്ദേഹം
ബയ്യത്ത് ചെയ്ത് 1962 അങ്ങനെ അഹമ്മദിയായി. ഖിലാഫത്തിൽ മായി ബന്ധം വിച്ഛേദിച്ച ആളുകൾ നിന്ന് ബന്ധം വിട്ടുകൊണ്ട് ഖിലാഫത്തിൽ ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഫിജി ജമാഅത്തിന്റെ പ്രാരംഭ അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നീണ്ട ജമാഅത്തി സേവനങ്ങൾ ചെയ്യാൻ തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. ജമാഅത്ത് അഹമ്മദിയ, മാറു, സോദ, നാദവി, അതുപോലെ പള്ളികൾ ഉണ്ടാക്കുന്നതിൽ വളരെ പ്രത്യേകമായ സേവനം ചെയ്യാൻ സാധിച്ചു. 2010 മുതൽ ഒഫാത്ത് വരെ സദർ ജമാഅത്ത് നാദവിയായി സേവനം ചെയ്തു. നീണ്ട കാലയളവ് നാഷണൽ സെക്രട്ടറി ഷാഹത്തായി പ്രവർത്തിക്കുകയുണ്ടായി. ഭൗതികമായ അടിസ്ഥാനത്തിലും അദ്ദേഹത്തെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ വളരെ ആദരണീയമായ ദൃഷ്ടിയോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. എന്നാലും ജമാഅത്തിന്റെ ജോലികൾ അദ്ദേഹം എപ്പോഴും പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. ജമാഅത്തിന്റെ സദർ കൂടാതെ നാഷണൽ സെക്രട്ടറി ഷാഅത്ത് കൂടാതെ അദ്ദേഹം ഒരു മുസ്ലിം പ്രൈമറി സ്കൂളിലെ മാനേജറും കൂടിയായിരുന്നു. അങ്ങേയറ്റം ആത്മാർത്ഥതയും ഖിലാഫത്തിനോട് പ്രേമിയും അതുപോലെ അനുസരണം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യ റാസിയ ഖാൻ സാഹിബ കൂടാതെ ഒരു മകൾ നാദിയ നഫീസ ഉണ്ട്. അള്ളാഹു ഈ മർഹൂമിന് മഗ്ഫിറത്തും റഹ്മത്തും ഉള്ള ബന്ധമുണ്ടാക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും ഈ നന്മകൾ തുടർന്നു പോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ബഹുമാന്യ ഫാത്തിമ മുഹമ്മദ് മുസ്തഫ സാഹിബ കുറസ്ത് ഖാൻ ഹാൽ നാർവേയുടേതാണ്. ഇവരുടെ വഫാത്ത് ജൂൺ 13 ഉണ്ടായത്. ഇവരുടെ വിശദാംശങ്ങൾ വളരെ താമസിക്കാം, അതുകൊണ്ടാണ് ജനാസ താമസിച്ച് നിർവഹിക്കുന്നത്. 88-ാമത്തെ വയസ്സിലാണ് ഇവർ വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ 2014 ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. അവരുടെ കുടുംബത്തിൽ 3 പെൺമക്കളും 5 ആൺമക്കളുമുണ്ട്. അതിൽ ഒരു മകൾ ബഹുമാനെ ബേരി ഫൻ മുഹമ്മദ് സയ്യിദ് സാഹിബ അഹമ്മദി. അവർ നോർവേയിലാണ് താമസിക്കുന്നത്. ഈ മകൾ പറയുന്നു, ഞാൻ 1999 നോർവേയിൽ വന്നു. അവിടെ എനിക്ക് വളരെ പ്രയാസപ്പെട്ട അവസ്ഥകൾ തരണം ചെയ്യേണ്ടതായി വന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിനെ സഹായത്തിനായി കുർദിസ്ഥാനിലേക്ക് നിന്ന് നോർവേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. മാതാവ് വിദ്യാഭ്യാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഖുർആനിലെ ഒരുപാട് ആയത്തുകളും അതുപോലെ തന്നെ ഹദീസുകളും മനഃപ്പാടമായിരുന്നു. എഴുത്തും വായനയും പഠിക്കാൻ വളരെ ആവശ്യമായിരുന്നു. അങ്ങനെ 40-ാമത്തെ വയസ്സിൽ വളരെ പരിശ്രമപ്പെട്ടുകൊണ്ട് എഴുതാനും വായിക്കാനും പഠിച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമസ്കാരം സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നു. അധികം പറയാറുള്ളത്, ഞാൻ നോമ്പ് പിടിക്കാൻ ശക്തിയില്ലാത്തവരുടെ പേരിലാണ് ഈ നോമ്പ് പിടിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ എത്രമാത്രം ആവേശമുണ്ട്. എന്നാൽ ഇറാഖിൽ ചില അവസരങ്ങളിൽ മാതാവ് 50 മൈൽ യാത്ര ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും ആർക്കാണ് ചികിത്സ ചെയ്യാൻ ആരുമില്ലാത്ത സ്ത്രീകൾ അവരെ സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ ധനപരമായി അവരെ സഹായിച്ചിരുന്നു. പറയുന്നു, വഫാത്തിന് ശേഷം വിവിധ സമൂഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ കത്തുകൾ എനിക്ക് വന്നുകൊണ്ടു. അതിൽ പ്രധാനമായും പാകിസ്ഥാനി അഹമ്മദി സഹോദരിമാർ കരഞ്ഞുകൊണ്ട് എഴുതുന്നു. അവർ ഇത് വ്യക്തമാക്കിയുണ്ടായി, ഈ മാതാവുമായി ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. പറയുന്നു, ഞാൻ ജനിച്ചത് മുതൽ ഈ മാതാവിനോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. അവരുടെ ഉന്നതമായിട്ടുള്ള സ്വഭാവവും അതുപോലെ തന്നെ ജീവിതചര്യയും കാണുവാനുള്ള അവസരം ലഭിച്ചിരുന്നു. ആരുടെയും കുറവുകൾ അവർ ഹൃദയത്തിൽ വെക്കുമായിരുന്നില്ല. മറിച്ച് വലിയ വലിയ തെറ്റുകൾ പോലും മാപ്പാക്കുന്ന തയ്യാറാകുമായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ പറയാറുള്ളത്, നിങ്ങളെപ്പോഴും സത്യം പറയുക, നിങ്ങളുടെ എതിരിൽ പറയേണ്ടി വന്നാലും ശരി. അതോടൊപ്പം തന്നെ പറയാറുണ്ടായിരുന്നു, ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈയോ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ധൈര്യം ഉണ്ടായിരിക്കണം, എൻ്റെ കണ്ണ് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ കൈ തെറ്റ് ചെയ്തു എന്ന് പറയുന്നതിനുള്ള ധൈര്യമെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. എല്ലാവരോടും പുഞ്ചിരി തൂക്കിക്കൊണ്ട് പെരുമാറിയിരുന്നു. അവരുടെ നാവ് എപ്പോഴും ദുആ കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. പറയാറുണ്ടായിരുന്നു, ഒരുപക്ഷെ ഇത് കാരണമാണ് അള്ളാഹു അവർക്ക് കാലത്തിന്റെ മസീഹിനെ വിശ്വസിക്കുവാനും ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചത്. MD-യെ കുറിച്ച് പറയുന്ന 2007 മകൾ എഴുതുകയാണ്, പെട്ടെന്ന് ലഭിച്ചു, എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഒരുപാട് അന്വേഷണം നടത്തുകയുണ്ടായി. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം 2010 പിന്നീട് എനിക്ക് MD ലഭിക്കുകയുണ്ടായി. MD അൽ അറബിയ രണ്ടാമത് ലഭിക്കുകയുണ്ടായി. ഞാൻ വളരെയധികം സന്തോഷം വീട്ടിൽ പ്രകടിപ്പിച്ചു. മാതാവിനെ വിളിച്ചു പറഞ്ഞു, ചാനൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരും പറയാറുണ്ടായിരുന്നു, ഈ ചാനൽ അന്വേഷണത്തിലായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി മാതാവും
ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പറയുന്നു, വരിക, ഇത് കേൾക്കുക എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ ആളുകൾ പറയുന്നത് ഇമാം മഹദി മസീഹ് മൗഊദ് വെളിപ്പെട്ടിരിക്കുന്നു, ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ മാതാവും ഇക്കാര്യം പറയാറുണ്ട്. പറയുന്നു, എൻ്റെ മാതാവ് എന്നോടൊപ്പം MD കാണാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാതാവ് എൻ്റെ സഹോദരന്മാരുടെ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സംസാരം അത് കേട്ടുകൊണ്ട് മാതാവിൻ്റെ മുഖം മങ്ങുകയുണ്ടായി. എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ തുടർച്ചയായി MD കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കുർദിസ്ഥാനിൽ ചെന്നപ്പോൾ പിന്നെ പറയുന്നു, എൻ്റെ സഹോദരങ്ങളുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കി, എനിക്കെതിരായി പിന്നീട് വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, പിന്നീട് എന്നെ തടയുകയും ചെയ്തു. അങ്ങനെ പറയുന്നു, ഞാൻ ബൈഅത്ത് ചെയ്തു. പിന്നീട് അവസ്ഥ കൂടുതൽ മോശമായി. ഈ ആളുകൾ എൻ്റെ മാതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ കാഫിറായിരിക്കുന്നു. എൻ്റെ സഹോദരിമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്കെതിരാകുകയും പിന്നീട് MD കാണുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ കസീദകൾ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. എപ്പോഴും അത് കേൾക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഈ കസീദ യാ ഐന ഫൈലുല്ലാഹി വൽ ഇർഫാനി അത് ഏറ്റുചൊല്ലുകയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു കവിത എഴുതുന്നയാളെ കാഫിർ എന്ന് പറയാൻ സാധിക്കുമോ? വളരെ കോപത്തോടെ എന്നെ അടുത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഏതൊരു അക്രമിയാണ് അങ്ങനെ പറയുക, ഈ ഇദ്ദേഹം കാഫിറാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ അതിൽ ഉൾപ്പെട്ടവരാണ്. ഇത് കേട്ടുകൊണ്ട് അവർ നിശബ്ദരായി. ഞാൻ അവരോട് പറഞ്ഞു, മാതാവിനോട്, നിങ്ങൾ വിശ്വാസത്തിൽ നല്ലതുപോലെ ഉറച്ചവരാണ്, എന്നാൽ ബാധ്യത ആരുമായാണുള്ളത്? അത് അല്ലാഹുമായോ അതോ സന്താനങ്ങളുമായോ? ഈ ഒരു ചോദ്യം അവരിൽ സ്വാധീനമുണ്ടാക്കി. എന്നാൽ ഉത്തരവൊന്നും നൽകിയില്ല. ആ രാത്രി എന്നോട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജമാഅത്തിന്റെ കേന്ദ്രത്തിന് അറിയിപ്പ് നൽകുക ഫോണിലൂടെ, ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പറയുന്നു, ഞാൻ അവരോട് പറഞ്ഞു, ഒന്നും കൂടി ആലോചിക്കുക, ചിന്തിക്കുക, അതുപോലെ അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ മുഴുവൻ രാത്രിയും പറയുന്നു, ഒരുപക്ഷെ ദുആ ചെയ്തിട്ടുണ്ടാകാം. സുബൈ സമയത്ത് കൊണ്ട് പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ബൈഅത്ത് ചെയ്യുന്നതാണ്. അങ്ങനെ 2016 അവർ വരികയും എന്നെ കാണുകയും ചെയ്തു. വളരെ സന്തോഷത്തിലായിരുന്നു. കാലത്തിൻ്റെ ഖലീഫയുമായി കണ്ടുമുട്ടി. അങ്ങനെ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു, എല്ലാവരോടും പറയുമായിരുന്നു, ഖിലാഫത്തിനോട് വലിയ ആത്മാർത്ഥതയും ഉള്ള ബന്ധം അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തുമോടും കൂടി പെരുമാറട്ടെ, അവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ, അവരുടെ മകൾക്കും യുഗമാറാകട്ടെ, അവരുടെ മറ്റു മക്കൾക്കും അഹമ്മദികളല്ലാത്ത മറ്റു മക്കൾക്കും അവരുടെ ഹൃദയവും അല്ലാഹു തുറക്കുമാറാകട്ടെ, ഇവരുടെ ദുആകളും അവർക്കായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا
من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر